നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ മഴയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇന്ന്. ഇംഗ്ലീഷിലല്ല, മലയാളത്തിലല്ല, നമ്മൾ ഹിന്ദിയിലാണ് നമ്മുടെ മഴയെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് അല്ലെ. മഴ എന്നൊക്കെ പറയുമ്പോ പണ്ട് എങ്ങനെയായിരുന്നുടാ? ഹായ് മഴ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അയ്യോ മഴ എന്നാണ് അല്ലെ എല്ലാരും പറയാറ്. കാരണം എന്താടാ? നമ്മുടെ മഴ ഒരു സൈക്കോ ആയി മാറിയേക്കാണ്. അവൻ ഒരുമാതിരി സ്വഭാവമായി മാറിയേക്കാണ് അല്ലെ. നോക്കിക്കേടാ, ഒന്ന് വരുമോ മഴ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓക്കെ ബായ് എന്ന് പറഞ്ഞു പോവും. പക്ഷേ വേണ്ടാത്ത സമയത്ത് വന്നിട്ട് മുക്കിക്കൊല്ലും ചെയ്യും അല്ലെ. ഇതാണ് നമ്മുടെ മഴയുടെ ഇപ്പത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് ഇതൊന്നും അല്ല പഠിക്കാനുള്ളത്. നമുക്ക് ഹിന്ദിയിൽ മഴയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, കുറച്ച് വാക്കുകൾ പഠിച്ചേക്കണം അല്ലെ. എടാ, എന്താണ് നമ്മുടെ ഹിന്ദിയിൽ മഴയ്ക്ക് പറയുന്നത്? റെയിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ബാരിഷ് എന്നാണ് പറയുന്നത് അല്ലെ. മക്കളെ ഒരുപാട് സോങ്ങുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ബാരിഷ് എന്നാണ് പറയുന്നത്. മഴ അല്ലെങ്കിൽ റെയിന് നമ്മൾ ബാരിഷ് എന്നാണ് പറയുന്നത് അല്ലെ. ഇനി മറന്നു പോവോ? ഇല്ല, ബാരിഷ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ്സേ മഴക്കാലത്തിന് എന്താണ് പറയാൻ പോകുന്നത്? മഴക്കാലത്തിന് ഇതാടാ പറയുന്നത്. മഴക്കാലത്തിന് നമ്മൾ ബർസാത്ത് കാ മോസം എന്നാണ് പറയാ അല്ലെ. എന്താണ് പറയാൻ തന്നെ എന്തൊരു സുഖമാണ്. ബർസാത്ത് കാ മോസം അല്ലെ. ബർസാത്ത് എന്ന് വെച്ചാൽ മഴയാണ്, മോസം എന്ന് വെച്ചാൽ സീസൺ ആണ്. അപ്പൊ ബർസാത്ത് കാ മോസം എന്ന് വെച്ചാൽ എന്താണ്? മഴക്കാലമാണ്, റെയിനി സീസൺ ആണ്. ഓക്കെ അല്ലെ. ഇനി മഴ പെയ്യുന്നു എന്ന് മിസ്സേ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്? ഇങ്ങനെയാടാ പറയുന്നത്. നോക്കിക്കേ, നമ്മൾ സാധാരണ പറയുന്നതാണ് അമ്മേ മഴ പെയ്യുന്നു പോയി തുണി എടുത്തേ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ചേഞ്ച് പിടിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മമ്മിജി പാനി ബർസ് രഹാ ഹേ. എന്താണ്? മഴ പെയ്യുന്നുണ്ട്, പോയി തുണി എടുക്കൂ. മമ്മിജി പാനി ബർസ് രഹാ ഹേ, പോയി തുണി എടുക്കൂ എന്ന് പറയാം അല്ലെ. പാനി ബർസ് രഹാ ഹേ. പാനി എന്ന് വെച്ചാൽ വെള്ളം എന്നാണ് അർത്ഥം. ബർസ് രഹാ ഹേ എന്ന് വെച്ചാൽ പെയ്യുന്നു എന്നാണ് അർത്ഥം. വെള്ളം പെയ്യുന്നു എന്നല്ല അർത്ഥം. എന്താണ്? മഴ പെയ്യുന്നു, ഇറ്റ്സ് റെയിനിങ് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ പാനി ബർസ് രഹാ ഹേ എന്താണ്? മഴ പെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ആയി. ഇനി നോക്കിക്കേടാ, നമ്മൾ കാറ്റല്ലേ, നമ്മുടെ മഴയുടെ കൂടെ വരുന്ന ഒരാളാണ് ആര്? കാറ്റ് എന്ന് പറയുന്നത്. കാറ്റിന് നമ്മൾ ഹവ എന്നാണ് പറയുന്നത് അല്ലെ. ഹവ എന്ന് പറയുമ്പോ തന്നെ കുറെ കാറ്റ് പോകുന്നുണ്ട്. അതെന്ന് വെച്ചിട്ട് കൊടുങ്കാറ്റിനൊന്നും ഹവ എന്ന് പറഞ്ഞേക്കരുത്. ഹവ സാധാരണ ഒരു ഹവയ്ക്കാണ്, സാധാരണ ഒരു കാറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹവ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഹവ എന്ന് പറയുന്നത്. പഠിച്ചേ, കത്തിയേ. ഓക്കെ. ഇനി നമ്മുടെ മഴയുടെ കൂടെ രണ്ട് ടച്ചിങ്സ് വരാറുണ്ട്. മഴയ്ക്ക് ടച്ചിങ്സ് ആയിട്ട് രണ്ടാൾക്കാർ വരാറുണ്ട് അല്ലെ. വരാറില്ലേ? അതിൽ ഒരുത്തൻ ഭയങ്കര ഗർജിച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് വരാറ്. അവനെ നമ്മൾ മലയാളത്തിൽ ഇടി എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ നമ്മൾ തണ്ടർ എന്ന് പറയുന്നു, ഹിന്ദിയിൽ നമ്മൾ ഗർജിച്ചു വരുന്നവനായതുകൊണ്ട് ഗർജ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഗർജ് എന്ന് പറയുന്നു. അപ്പൊ ഇടിക്ക് എന്ത് പറയൂടാ? തണ്ടറിന് എന്ത് പറയും? നമ്മൾ പറയുന്ന പേര് ഗർജ് എന്നാണ്. ഗർജ് എന്നാണ്. അയ്യോ ഗർജ് വരുന്നേ എന്ന് ഇനി പറഞ്ഞാൽ മതി അല്ലെ. ഇനി ഒരാള് നമ്മൾ പറഞ്ഞു രണ്ടാമത്തവനെ കാണാൻ ഭയങ്കര ലുക്കാണ്, ആകാശത്ത് ഭയങ്കര ലുക്കാണ്. പക്ഷെ അടുത്തു വന്നാൽ നമ്മുടെ ചുറ്റുള്ളത് മാത്രമല്ല, ലോകം മുഴുവൻ കാണാത്ത മാതിരി പോവും, ചത്തുപോവും മക്കളെ, ചത്തുപോവും. ആരാണവൻ? അവനാണ് നമ്മുടെ മിന്നൽ എന്ന് പറയുന്നത്, ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഹിന്ദിയിൽ അവനെ നമ്മൾ എന്ത് പറയൂടാ? ബിജലി എന്ന് പറയും. എന്ത് പറയും? ബിജലി എന്ന് പറയും. ബിജലിക്ക് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. കറണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പൊ ബിജലി എന്ന് വെച്ചാൽ മിന്നൽ എന്നുള്ള അർത്ഥമുണ്ട്, ഇലക്ട്രിസിറ്റി എന്നുള്ള അർത്ഥം അഥവാ കറണ്ട് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അതുകൂടി മക്കൾ ആലോചിച്ച് വെക്കുക. അപ്പൊ ബിജലി പഠിച്ചു, ഗർജ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചോടാ? ഹവ പഠിച്ചു അല്ലെ. ഓക്കെ. ഇനി മഴയത്ത് നനഞ്ഞു പോയി എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പറയൂടാ? ഭീഗ് ഗയ എന്ന് പറയും അല്ലെ. നനഞ്ഞു, ഗോട്ട് വെറ്റ് എന്നുള്ളതിന് നമ്മള് ഭീഗ് ഗയ എന്ന് പറയും. ഇനി മഴയത്ത് പോയി വരുമ്പോ പറഞ്ഞാൽ മതി ഇങ്ങനെ ഭീഗ് ഗയ. ഭീഗ് ഗയ എന്ന് വെച്ചാൽ എന്താണ്? നനഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നനഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി അനുഭവിക്കാൻ കിടക്കാനും പോകുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, ഫ്ലഡ് എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കത്തിന് നമ്മൾ ഹിന്ദിയിൽ ഭാഡ് എന്ന് പറയും. എന്ത് പറയടാ? ഭാഡ് എന്ന് പറയും അല്ലെ. അപ്പൊ മറന്നു പോവോ? നമ്മൾ ഒന്നും കൂടി ക്വിക്ക്
ക്വിക്കായിട്ട് എല്ലാ കാര്യങ്ങളും കൂടി പറയാം. നോക്കിക്കേ, ബാരിഷ് എന്ന് വെച്ചാൽ മഴയാണ്, ബർസാത്ത് കാ മൗസം എന്ന് വെച്ചാൽ മഴക്കാലമാണ്, പാനി ബർസ് റഹാ ഹൈ എന്ന് വെച്ചാൽ മഴ പെയ്യുകയാണ് എന്നുള്ളതാണ്, ഹവ എന്ന് വെച്ചാൽ കാറ്റാണ്, ഗർജ് എന്ന് വെച്ചാൽ ഇടിയാണ്, ബിജലി എന്ന് വെച്ചാൽ മിന്നലാണ്, ബീഗ് ഗയ എന്ന് വെച്ചാൽ എന്താണ്, നനഞ്ഞു എന്നുള്ള അർത്ഥമാണ്, ബാഡ് എന്ന് വെച്ചാൽ എന്താണ്, വെള്ളപ്പൊക്കമാണ്. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി മഴയെ കുറിച്ച് മക്കൾക്ക് ഏതെങ്കിലും വേർഡ് അറിയുമെങ്കിൽ, ഹിന്ദിയിൽ ഏതെങ്കിലും വേർഡ് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.